മോഹൻലാൽ ഇങ്ങനെ തോളത്ത് കഴിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണമുണ്ട്. അപ്പോൾ അന്ന് ആ സ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എന്താ ഇത്ര വലിയ മലയാളത്തിലൊരു പ്രമുഖ നടൻ, ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കഴിച്ച് സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് പറയാനും പറ്റുള്ളൂ. അല്ല, ഇതെന്ത് കാര്യം വെച്ചാൽ ഇതൊരു ഒരു കോമൺ രീതിയാണ്, പ്രതികരിപ്പിച്ചേ അടങ്ങും. അല്ല, അപ്പോഴും ചോദ്യം മാത്രമേ എൻ്റെതാവുന്നുള്ളൂ. ഉത്തരം ഇപ്പൊ ഇതാണ്. മുമ്പൊക്കെ സിനിമേനകത്ത് അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെല്ലും, അഭിനയിക്കും, എന്നിട്ട് അവരുടെ പണി കഴിയുമ്പോൾ അവർ വീട്ടിൽ പോകും. ഇതായിരുന്നു അവരുടെ ആ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു, ഇപ്പം നടന്മാരുടെ ആണെങ്കിലും നടിമാരുടെ ആണെങ്കിലും. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു സിനിമേനകത്ത് അഭിനയിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ എക്സ്ട്രാ എഫേർട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ ഫുള്ള് ഇവർ കയറി ഇറങ്ങണം. അപ്പം ഈ ചില ഇന്റർവ്യൂകൾ എന്ന് പറഞ്ഞാൽ നല്ല ഇന്റർവ്യൂകളായിരിക്കും. അങ്ങനെയുള്ള ഇന്റർവ്യൂവിനകത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു ഇന്റർവ്യൂകളിൽ കൂടെ കിട്ടും. പക്ഷേ ചില ഇന്റർവ്യൂകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു ജാതി ഊള ക്വസ്റ്റ്യനുകളായി അവിടെ നിന്ന് കിട്ടണം. അതൊക്കെ കേട്ടുകൊണ്ട് സഹിച്ച് പിടിച്ചിട്ട് അവരവിടെ ഇരിക്കണം. എന്തെങ്കിലും അവരെ വായെന്നറിയാണ്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഏറിലും പോകും. പിന്നെ അവർ ഓരോ കോൺട്രവേഴ്സിനകത്ത് ചെന്ന് തലയും വെച്ച് ആകെ മൊത്തം വിഷയമാവുന്നത് ഫുള്ള് ഈ ആരാണോ ചെന്നിരിക്കണ നടനോ നടിയോ അവർക്കായിരിക്കും ഇതൊക്കെ കിട്ടേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലൈക്കോട്ടെ വാലിബന്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ ലാലേട്ടനും ലിജോ ജോസ് പല്ലിശ്ശേരിയൊക്കെ എല്ലാ സകലമായ ഇന്റർവ്യൂകളും ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തന്നെ ലാലേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞാൽ അതൊക്കെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടേ അതിനകത്ത് അങ്ങേര് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ അതൊന്നും കേട്ട് നോക്കണോട്ടോ. നമുക്ക് അത് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റില്ലുണ്ട്, പഴയ സ്റ്റിൽ, അതായത് തോളത്ത് കൈ വെച്ചിട്ട് ഒരു പഴയ സ്റ്റില്ല് മോഹൻലാൽ ഇങ്ങനെ തോളത്ത് കൈ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണമുണ്ട്. അപ്പോൾ അന്ന് ആ സ്റ്റില്ല് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എന്താ ഇത്ര വലിയ അടുപ്പം, ഒരു സൗഹൃദം ഉണ്ടാകും. പക്ഷെ എന്നാലും മലയാളത്തിലൊരു പ്രമുഖ നടൻ, ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കഴിച്ച് സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിൽ മറ്റു ചില അർത്ഥങ്ങൾ കൂടെ ഉണ്ടെന്ന്. എന്തുവാടെ അവർക്ക് ഒരു കൂട്ടുകാരന് വേറൊരു കൂട്ടുകാരന്റെ തോളി കൈവച്ച് സംസാരിക്കാനായിട്ടുള്ള അവകാശം പോലും ഇല്ലേ? ഇങ്ങനെ എന്ത് മെന്റാലിറ്റി ആയിട്ടാണ് ഇരിക്കണത്? ഇന്റർവ്യൂർ തന്നെയാണ് ഈ പുള്ളി. അതായത് ഇപ്പൊ ലാലേട്ടനാണ് പുള്ളിക്കാരൻ, ഭയങ്കര സൂപ്പർ സ്റ്റാർ ആണ്, ഒരു ലെജൻഡാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് വേറൊരാളുടെ തോളത്ത് കൈവച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു ഇന്റർവ്യൂവിനെയൊക്കെ എവിടെ നിന്ന് കിട്ടിയാവോ? ആത്മീയത, ദൈവവിശ്വാസം, ഇത്തരം ചില കാര്യങ്ങളുടെ ഒരു മാറ്റം ലിജോയിൽ കണ്ടു തുടങ്ങിയത് ചുരുളി എന്നുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അതുവരെ ലിജോ മറ്റൊരു തലത്തിലായിരുന്നു. അതുള്ള സിനിമകൾ കുറച്ച് ചടുലമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചുരുളി 2 വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ സോ കോൾഡ് തെറി എന്നേ പറയുള്ളൂ. തെറിന്ന് ഉള്ളതിന് അത് ആപേക്ഷികമാണ്. അപ്പോൾ അത് സോ കോൾഡ് തെറി ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 വർഷം ചുരുളിക്ക് വന്നു. എവിടെയാണ് ഈ ആത്മീയതയും ദൈവവിശ്വാസമൊക്കെ ലിജോയെ മാറ്റിമറിച്ചത്? ഏത് ഘട്ടത്തിലാണ്? ആത്മീയതയും ദൈവവിശ്വാസത്തിനെയൊക്കെ പറ്റിയിട്ടാണ് ഒരു ഡയറക്ടറിനോട് ചോദിക്കണത്. പുള്ളി അവിടെ വന്നിരിക്കണതെന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്ത ഒരു പടത്തിനെ പറ്റി സംസാരിക്കാനായിട്ടാണ് പുള്ളി അവിടെ വന്നിരിക്കണത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് ചെന്നിട്ട് ഈ തൻ്റെ വിശ്വാസത്തിന് എങ്ങനെയാണ് ഇതിനെ ബാധിച്ചത്, വിശ്വാസത്തിൽ എന്താണ് ഉള്ളത്, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? അതായത് ഇപ്പം സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാവരും മതം തലയ്ക്ക് വെച്ചിട്ടൊന്നും ആയിരിക്കില്ല സിനിമ കാണുന്നത്. ഇപ്പം ഞാനാണെങ്കിലും സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താണോ അവിടെ കാണുന്നത് അത് മാത്രം നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയും, കൊള്ളൂല്ലെങ്കിൽ നമ്മൾ കൊള്ളൂല എന്ന് പറയും. അല്ലാണ്ട് അതിനകത്ത് മതം കലർത്തിയും അതേപോലെ തന്നെ അതിനകത്ത് വിശ്വാസമുണ്ട്, അവിടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഇതുണ്ടായി അതുകൊണ്ട് ആ പടം നല്ല പടമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കണ ആൾക്കാർ ഇപ്പോഴും ഉണ്ടായി ഈ ആങ്കറിനെ പോലെയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ശ്വാസം പോലെയാണ്. ഇപ്പോൾ നമ്മൾ അത് കയറി ഇറങ്ങി പോലെ ഇപ്പോൾ നമ്മൾ കുറേ നാൾ നല്ല വേഗതയുള്ള ഒരാളായിരിക്കും, കുറച്ച് നാൾ നമ്മൾ പതിഞ്ഞിരിക്കും, പിന്നെ കുറച്ചുകൂടി സ്പീഡിൽ നടക്കും, ചിലപ്പോൾ എഴയും. ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് എടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മലക്കോട്ടെ വാലിബനിലേക്ക് എത്തി, ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡായി. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും, മറിഞ്ഞിരിക്കണമല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ആ വിശ്വാസം ഈ കാര്യത്തിൽ കൊണ്ടായിട്ട് വന്നത് അതെല്ലാ കാലത്തുള്ളതാണ്. അത് എൻ്റെ മമ്മി തന്നേക്കണതാണ്. അപ്പോൾ ഞാൻ മമ്മിയുടെ ഇത് ഒരു വിശ്വാസത്തിൻ്റെ സിമ്പിളിനേക്കാളും ഞാൻ മമ്മിയെ ഓർക്കുന്നൊരു കാര്യം കൂടിയാണത്. എന്തുകൊണ്ട് ആ രീതിയിൽ മാറണം തോന്നി? എവിടെയാണ് തോന്നിയത് മനുഷ്യ നിലയ്ക്ക് ഞാൻ മാറേണ്ട ഘട്ടം ഇതാണ് എന്ന് ഉള്ള പരിവർത്തന സമയം അല്ലെങ്കിൽ പരിണാമം? അത് ഇങ്ങേർക്ക് എന്തൊക്കെ അറിയണം? അതായത് LJPയുടെ കഴുത്തിൽ കിടക്കണ കൊന്ത എന്തിനാണ്, അത് എപ്പോഴാണ് ഇട്ടത്, അതൊക്കെ ഇങ്ങേർക്ക് അറിയണം. ഇങ്ങേര് എന്തിനാ അവിടെ വന്നിരിക്കണത്? ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ വന്നിരിക്കണം. അല്ലാണ്ട് അവരുടെ ജീവചരിത്രം, ഇപ്പൊ അവരുടെ കുടുംബത്തിനകത്ത് എന്തൊക്കെയുണ്ട്, കുടുംബത്തിനകത്ത് എന്തൊക്കെ വിശ്വാസങ്ങളാണ് അവർ ഏറ്റുവാങ്ങിയത്, എങ്ങനെയാണ് ഇത്ര ഇവിടം വരെ ഏതൊക്കെ വിശ്വാസത്തിൽ കൂടെയാണ് എത്തിയത് എന്നൊക്കെയുള്ള രീതിക്കൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഓരോ ഇതൊക്കെ പോകണം. പിന്നെ പുള്ളിക്കാരൻ കുത്തി ഇങ്ങനെ ചോദിച്ചിട്ടിരിക്കണേ. ഇപ്പൊ LJP കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്ത് അതൊന്നും പുള്ളിക്ക് പറ്റൂല. പുള്ളിക്ക് ഇനിയും അതിനകത്ത് തന്നെ കയറി ചകഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇതെല്ലാം നമുക്ക് ഓർഗാനിക്കലി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം, സിനിമകളായിരിക്കാം, പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കാം, വായിക്കുന്നൊരു ബുക്കായിരിക്കാം. ഇതെല്ലാം അതിന് റീസൺസ് ആവാമല്ലോ. ചുമ്മാ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തെന്നുന്നതായിരിക്കും നമുക്ക് തരുന്നൊരു ചിന്ത തരുന്നത്.
ഇതൊക്കെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും ശരിയായി വരില്ല. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻസ് നമ്മൾ ഫോളോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ സിനിമകളും അങ്ങനെയാണ്, ലൈഫും അത് തന്നെയാണ്. എന്നോട് കുറച്ചുകൂടി തുറന്നു പറയുന്നില്ല ആ കാര്യത്തിൽ. കാരണം എന്താണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇൻഡ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് മാറ്റം സംഭവിച്ചത്? ഒരേ അത്ര ഒന്നും പറഞ്ഞാൽ പോരാ. ആ ഒരു കോൺട്രവേഴ്സിയുടെ ആ ഒരു അതിനകത്തേക്ക് എത്തണം. എന്നാലല്ലേ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടുള്ളൂ. എന്നാലല്ലേ നമ്മുടെ ഇതൊക്കെ നല്ല റീച്ച് കയറി നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ അങ്ങോട്ട് വൈറലാവുള്ളൂ. ആ ഒരു ഇതിനകത്താന്ന് തോന്നുന്നത് ഇങ്ങനെയിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ 2-3 പ്രാവശ്യം ഈ ഒരു സെയിം ക്വസ്റ്റ്യനകത്ത് പുള്ളിക്കാരൻ മറുപടി പറഞ്ഞു. ഇപ്പം LJP അതിനകത്ത് മറുപടി പറഞ്ഞ്. പക്ഷെ അതൊന്നും പുള്ളിക്ക് പറ്റൂല. പുള്ളിക്ക് പുള്ളി വിചാരിച്ച ആ ഒരു ലെവലിലേക്കുള്ള മറുപടി എന്തുകൊണ്ടാണ് അതെന്നൊക്കെ ഉള്ള അതും ഈ വിശ്വാസം റിലേറ്റഡ് ആയിട്ടുള്ള ഈ വിശ്വാസം എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. അതിനെപ്പറ്റി എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെ പുറത്ത് പറയാനായിട്ടൊന്നും ആഗ്രഹിക്കൂല. അപ്പം അങ്ങനെയുള്ളവരോട് ഈ ഒരു സംഭവത്തിൽ തന്നെ ഇട്ട് കുത്തി ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. ഇപ്പോൾ എല്ലാ ഇൻറ്റ്യൂഷൻസും ഞാൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ ചിലപ്പോൾ വേറൊരു കാര്യത്തിനായിട്ട് ഒരു സിനിമയ്ക്കായിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ മറ്റൊരാൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഇൻ്റർവ്യൂവിലിരുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അത് ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ നടക്കേണ്ട ഒരു മാറ്റവും കാര്യങ്ങളുമാണല്ലോ അതൊക്കെ. അത് വലിയൊരു സബ്ജക്റ്റ്. മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ വെച്ച് മാറിയെന്ന് പറയാൻ ഇപ്പം എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു പറഞ്ഞ പോലെ വലിയൊരു കാര്യം. നമ്മുടെ വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ദൈവവിശ്വാസം ഒരു കന്നലിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? അപ്പം ഈ ചോദ്യത്തിന് എനിക്ക് എന്താണ് അത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലല്ല. പക്ഷേ ഓരോ പ്രാവശ്യം ഈ ചോദ്യം ഞാൻ മോഹൻലാൽ നടന്നു ചോദിക്കുമ്പോൾ ഉത്തരം പലതാണ്. ഇപ്പോൾ പണ്ടൊരിക്കൽ ചോദിച്ചപ്പോൾ കറക്റ്റാണ് കാര്യം. ഇപ്പൊ പറയുന്നതായിരിക്കില്ല. പണ്ട് എപ്പോഴോ ലാലേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി അതിന് ഉത്തരം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെയാണ് ഇങ്ങനെ പഴയ ലാലേട്ടൻ തന്നെയാണ് ഇപ്പോഴെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരനെ ഇരിക്കുന്നത്. മനുഷ്യന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് അവരെപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഉണ്ടാവുന്ന ഓരോരോ പുതിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് പണ്ടുണ്ടായിരുന്ന നമ്മൾ തന്നെ ഇപ്പം ആ ഒരു സെയിം മറുപടി പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് മറുപടി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇന്നും അതേ മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണ ഈ ഒരു ആങ്കറിൻ്റെ ആ ഒരു എത്രത്തോളം പുള്ളിക്കാരൻ ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് പുള്ളി ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പുള്ളി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണേ. ഈ വിശ്വാസങ്ങളും അതൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പുള്ളി അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ മറ്റുള്ളവർ ഒരുപാട് സ്വാധീനിക്കപ്പെടുന്ന ചില വ്യക്തികളാണ്. മോഹൻലാൽ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകൾ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. അതിനപ്പം ഞാനൊരു ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് സിനിമയെല്ലാം നിർത്തി ഞാനൊരു സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ എനിക്ക് പറഞ്ഞു. അല്ല, ആയിരിക്കാം, അങ്ങനെ സംഭവിക്കാം. അതിനോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ, ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് എനിക്ക് പറയാം, ഞാൻ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് വൈകിട്ടൊരു ദർശനം ഉണ്ടായി, നീ സിനിമ നിർത്തിപ്പോവും, അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് പിന്നെ ഒത്തിരി നമുക്ക് അറിഞ്ഞോ അറിയാതെ ഒരുപാട് റിഫ്ലക്ഷൻസ് ജീവിതത്തിലുണ്ടാകും അല്ലേ? ഒരുപാട് ചില ദർശനങ്ങളുണ്ടാകും, ചില ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അല്ലേ? അങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ. ഇൻ്റർവ്യൂ എന്ന് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളും കൂടെ സഞ്ചരിച്ച് ഒരു ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് പറയാനും പറ്റുള്ളൂ. അല്ല, ഇതെന്ത് കാര്യം ഒരു കോമൺ രീതിയാണ്, പ്രതികരിപ്പിച്ചേ അടങ്ങും. അല്ല, അപ്പോഴും ചോദ്യം മാത്രമേ എൻ്റെതാവുന്നുള്ളൂ. ഉത്തരം ഇപ്പോൾ ഇതാണ് ഞാൻ പറയാൻ പറഞ്ഞ ആത്മീയതയും ഇതെല്ലാം സിനിമകൾ എങ്ങനെ മാറ്റി. ഓക്കെ, അപ്പൊ പുള്ളി ലാസ്റ്റ് പറഞ്ഞ ആ സാധനം കേട്ടാ, ചോദ്യം മാത്രം എൻ്റെ ഉള്ളൂ, ഉത്തരം പറയണതൊക്കെ നിങ്ങളാണ്. അപ്പൊ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ഓരോ കൊനസ്റ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങളെങ്ങാനും ഒരു ഉത്തരം പറഞ്ഞിട്ട് അതിനകത്തെങ്ങാനും വല്ല വിഷയവും വന്നിട്ട് ഏറി പോകണമെങ്കിൽ നിങ്ങൾ മാത്രമാണ് പോകേണ്ടത്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കാര്യം ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ, പറയണതൊക്കെ നിങ്ങളല്ലേ എന്നുള്ള ഒരു ലെവലിനകത്താണ് പുള്ളി ഇപ്പോൾ ആ ഒരു സാധനം പറഞ്ഞത്. പിന്നെ ലാലേട്ടന് അതിന് കൊടുത്ത ആ ഒരു മറുപടി അത് കറക്റ്റ് കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് ഇപ്പം പുള്ളിക്കാരൻ ഒരു കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും ഇനിയും ചിലപ്പോൾ അഭിനയമൊക്കെ നിർത്തിയിട്ട് പുള്ളി ഒരു സന്യാസത്തിൻ്റെ പാതയിലേക്ക് പോകണമെങ്കിൽ ആ ഒരു സമയത്ത് വേണമെങ്കിൽ പുള്ളിക്കാരനോട് ഈ ഒരു ചോദ്യം ചോദിക്കാം. അതായത് നിങ്ങളുടെ ഈ ആത്മീയതയും അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസവും ആ കാര്യമൊക്കെ അപ്പം അവരോട് ചോദിക്കാം. പക്ഷേ അവരിപ്പോൾ നിൽക്കണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് അങ്ങനെ ഭയങ്കര റിലേഷനുള്ള, അതായത് ഈ വിശ്വാസമായിട്ടൊന്നും ഭയങ്കര റിലേഷനുള്ള ഒരു മേഖലയല്ല. അവർ അഭിനയിക്കാനാണ് വന്നേക്കണം. അതേപോലെ ഇപ്പോൾ LJP ആണെങ്കിൽ ഡയറക്ടറാണ്. അപ്പോൾ അവരൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ലാണ്ട് ഈ വിശ്വാസമോ അതേപോലെ മതമോ അതേപോലുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടി അല്ല അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാത്ത ഈ ഒരു ആങ്കറിനെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതേപോലുള്ള ആങ്കർമാരെയൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ വലിച്ച ചളി അടിക്കുന്ന കുറേ ചാനലുകളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ പോട്ടെ. എന്നാലും ഇതുങ്ങളെയൊക്കെ ഈ ആൾക്കാർക്ക് പറയാനായിട്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പിന്നെയും കുത്തി ചോദിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ലാലേട്ടനോട് ആദ്യം ചോദിച്ച ആ ചോദ്യമൊക്കെ ഇല്ലേ, അതായത് നിങ്ങളും മറ്റേ പുള്ളിയായിട്ട് നിൽക്കണതാണ്, എന്താണ് അതിനകത്ത് ബന്ധം വേറെ വല്ലതുണ്ടാ, ഇങ്ങനെ എന്താണ് അതിൽ നിന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കണേ
എന്താണ് അതിൽ നിന്ന് ചകഞ്ഞെടുക്കാൻ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. അപ്പോൾ എന്താണെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് വീഡിയോ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.